സോ ഹലോ ഗൈസ്. കുറേ കാലമായിട്ട് ഞാൻ വീഡിയോസ് ഒന്നും ഇട്ടില്ല. കുറേ കാലമായിട്ട് ഒന്നും ഇട്ടിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐം സെയിങ് സോറി. പിന്നെ ഇന്ന് ഞാൻ വന്നത് എന്താ വെച്ചാൽ, ഇന്നായിരുന്നു എൻ്റെ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കൽ എക്സാം. ഞാൻ വിചാരിച്ച് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇന്നൊരു റിവ്യൂ പറയാമെന്ന് വിചാരിച്ച്. എൻ്റെ മാത്സിൻ്റെ പ്രാക്ടിക്കൽ ഓൾറെഡി കഴിഞ്ഞ്. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നല്ല ഈസിയുള്ള എക്സാം ആയിരുന്നു, നല്ല ഈസി ആയിരുന്നു. 4 തന്നെ ഞാൻ കറക്റ്റ് ചെയ്ത്. അതിന് കൂടുതലൊന്നും പിന്നെ ചെയ്തില്ല. ഞാൻ ട്രിഗ്നോമെട്രിയിൽ ചെയ്ത്, അതേപോലെ കണ്ടിന്യൂറ്റി ചെയ്ത്, പിന്നെ +1 ഏതോ 2 കൂടി എക്സ്ട്രാ ചെയ്തിരുന്നേ. ഞാൻ ഓർമ്മയില്ല, ഞാൻ 2 ചെയ്തത്. എന്തായാലും 4 തന്നെ ഞാൻ കറക്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ അത് നല്ല ഈസി ആയിരുന്നു. 4 കറക്റ്റ് ചെയ്ത് ഫുൾ മാർക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. പിന്നെ അതേപോലെ നോക്കുകയാണെങ്കിൽ പിന്നെ ഇന്ന് ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലായിരുന്നു. സോ ഫിസിക്സിൻ്റെ പ്രാക്ടിക്കലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഞാൻ മര്യാദയ്ക്ക് പഠിക്കാതിരുന്നത് പ്രാക്ടിക്കൽ ഫിസിക്സിൻ്റെ ആയിരുന്നു. ബാക്കിയൊക്കെ പിന്നെ ഏകദേശം നമുക്ക് അറിയാമെന്ന് വിചാരിക്കാം. ഇനിയും എനിക്ക് 3 വരാണ്ട്. മോഡലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മോഡലിൽ ഞാൻ മര്യാദയ്ക്ക് പഠിക്കാതിരുന്നതും ഈ പ്രാവശ്യം പബ്ലിക്കിന് മര്യാദയ്ക്ക് പഠിക്കാതിരുന്നത് പറഞ്ഞ ഫിസിക്സ് ആയിരുന്നു. അപ്പോൾ പിന്നെ ഈ ഫിസിക്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഫിസിക്സ് എക്സാം ഞാൻ പഠിച്ച 2 തന്നെ എനിക്ക് ഭാഗ്യത്തിന് വന്ന്. എനിക്ക് ഈ മോഡലിൽ കിട്ടിയ സെയിം പെയർ ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എനിക്ക് ഈ പ്രാവശ്യം പബ്ലിക്കിന് എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല രീതിയിൽ തന്നെ ചെയ്ത്. സോ പെർഫോമൻസ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ എനിക്ക് മാർക്ക് പോയത് വൈവേലാണ്. വൈവേൽ എനിക്ക് 1 മാർക്ക് 2 മാർക്കിൻ്റെ പോയി. അപ്പോൾ അതവിടെ പോയി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതവിടെ പോയി, കുഴപ്പമില്ല. ഞാൻ സ്കിപ്പ് ചെയ്തിരുന്ന ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഞാൻ സിമ്പിൾ പെല്ലും പഠിച്ചിട്ടില്ലായിരുന്നു, അതേപോലെ തന്നെ ഡയോഡും പഠിച്ചിട്ടില്ലായിരുന്നു. ബാക്കിയൊക്കെ ഏകദേശം നോക്കിയിരുന്നു. പിന്നെ നല്ലപോലെ പഠിച്ചതായിരുന്നു ഞാൻ സ്ക്രൂ ഗേജ്, വെർനിയർ, അതേപോലെ കോൺവെക്സ് ലെൻസും കോൺകേവ് മിററും. ഈ 4 നല്ലപോലെ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു പെയറായി കിട്ടിയത് വെർനിയറും അതേപോലെ കോൺവെക്സ് ലെൻസും ആയിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലപോലെ ചെയ്ത്, വലിയ കുഴപ്പമില്ലായിരുന്നു. പിന്നെ മാർക്കിങ്ങിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഈ പ്രാവശ്യം മാർക്കിങ്ങിൻ്റെ കാര്യം കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുണ്ട് സാറുമാർ മാർക്ക് ഇടുന്നത്. എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ചെറിയ തെറ്റ് കാണുമ്പോൾ തന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ നമ്മൾ തെറ്റിടുക, മൈനസ് ആക്കുക, അങ്ങനത്തെ കുറച്ച് സ്ട്രിക്റ്റ് കാര്യങ്ങളുണ്ടായിരുന്നു. അല്ലാതെ വേറെ ഒന്നും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒക്കെ നല്ലപോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ്. പിന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ നമുക്ക് തെറ്റുണ്ടെങ്കിൽ, നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ചോദിക്കാൻ പറ്റും. കാരണം അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. മാത്സിലൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു ടീച്ചർമാർ. ഇനി ഈ പ്രാവശ്യം ഫിസിക്സിൽ എനിക്ക് വലിയ ഹെൽപ്പിൻ്റെ ആവശ്യം വന്നില്ല. എന്നാലും വേറെ കുട്ടികളൊക്കെ ഏകദേശം ചെറിയ ചെറിയ ഹെൽപ്പൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊന്നും വലിയ കുഴപ്പമില്ല. പക്ഷെ പിന്നെ ഒരുപാടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവർക്ക് പിന്നെ ദേഷ്യം വരും, സ്വാഭാവികമാണ്. കാരണം നമ്മളൊന്നും പഠിക്കാതെ വരുന്നതുകൊണ്ടാണ് നമ്മൾ കുറേ എപ്പോഴും എല്ലാ ഡൗട്ട്സും ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അതവർക്ക് ദേഷ്യം വരും, സ്വാഭാവികമാണ്. അപ്പോൾ അതൊന്നും നമുക്ക് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാനങ്ങനെ 1-2 ഇൻസിഡൻസൊക്കെ എൻ്റെ പ്രാക്ടിക്കലിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ കൂട്ടുകാരൊക്കെ സംഭവിക്കുന്നത് ഞാൻ കണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത്. പിന്നെ കുറേ പേർക്കൊക്കെ ടഫായിരുന്നു. അപ്പോൾ കുറേ പേര് പഠിക്കാത്തതാണ് വന്നത്. അതുകൊണ്ട് തന്നെ അവർക്കത് ലക്കില്ലാതെ പോയി. എനിക്ക് ലക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ മോഡലിൽ പഠിച്ചത് വന്ന്. പിന്നെ ഇതിൽ കുറച്ചൊക്കെ ലക്കുള്ള സംഭവമുണ്ട്. പക്ഷെ അവിടെ ഫുള്ളും പഠിക്കുകയാണെങ്കിൽ ലക്കിൻ്റെ ആവശ്യമില്ല. കാരണം ഫുള്ളും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ലക്കിന് ഒരാവശ്യമില്ല. കാരണം നമ്മൾ ഫുള്ളും പഠിച്ച പിന്നെ ലക്കിന് ആവശ്യമില്ല. കാരണം നമുക്ക് എന്ത് ചോദ്യം എഴുതണമെന്നല്ല നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ പഠിക്കാത്ത ഒരാളെ സംബന്ധിച്ച് അവിടെ ലക്കിന് ഒരു ആവശ്യം വരും. പക്ഷേ മുഴുവൻ പഠിച്ച ആൾക്കാരുടെ ലക്കല്ല, പ്യുവറായിട്ട് അവർക്ക് ഫുൾ എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. പക്ഷെ എൻ്റെ കേസിൽ കുറച്ചൊക്കെ ലക്ക് ഉണ്ടായിരുന്നു. കാരണം ഞാൻ നന്നായിട്ട് പഠിച്ചിരുന്ന 2 തന്നെ എനിക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഞാൻ 2 നന്നായിട്ട് എഴുതി. അപ്പോൾ അവിടെ കുറച്ച് ലക്കിൻ്റെ ഇത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഗ്രേറ്റ്ഫുൾ ആണ്. നല്ലപോലെ എഴുതി കഴിഞ്ഞ് മൊത്തം കഴിഞ്ഞ് കാണിച്ചു കൊടുത്ത്. പിന്നെ വൈവയ്ക്കാണ് എനിക്ക് മാർക്ക് പോയത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ. വേറൊക്കെ എനിക്ക് മാർക്ക് കിട്ടി, ഞാൻ വന്ന്. ഇനിയിപ്പോൾ എനിക്ക് മറ്റന്നാൾ എനിക്ക് സുവോളജി പ്രാക്ടിക്കലാണ്. സോ സുവോളജിക്ക് എനിക്ക് പഠിക്കണം. പക്ഷേ സുവോളജി ഒന്നും വലിയ കുഴപ്പമില്ല. ആകെ എനിക്ക് കുറച്ച് ടാസ്ക്കായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് ഫിസിക്സ് ആണ്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വരാനുള്ളത് സുവോളജി വരാണ്ട്, ബോട്ടണി വരാണ്ട്, അതേപോലെ കെമിസ്ട്രി വരാണ്ട്. സോ ഈ 3 വലിയ വിഷയമല്ല. ഇനി ഈ 3 കുറച്ച് നോക്കാനുള്ളത് കെമിസ്ട്രിയാണ്. ബാക്കി 2 ഈസിയാണ്. കാരണം ബാക്കി 2 നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും എന്ത് ചെയ്യണമെന്ന്, ഏതൊക്കെ ഉണ്ടാവുന്നൊക്കെ നമുക്ക് ഐഡിയ ഉണ്ടാവുമല്ലോ. അതൊന്നും വലിയ വിഷയമല്ല. അപ്പോൾ നമ്മളത് നോക്കാൻ വലിയ കുഴപ്പമില്ല. എനിക്ക് കെമിസ്ട്രിയാണ് കുറച്ചൊന്ന് പ്രിപ്പയർ ഉള്ളത്. സോ നിങ്ങൾക്കൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ഫിസിക്സിൻ്റെ, മാത്സിൻ്റെയും മറ്റു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയാം. സോ സിയ.